ഹജറുൽ അസ്വദിന് മഹത്വമില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? കാരണം എന്താ അറിയോ? കാരണം ഹദീസിൽ നിന്ന് മനസ്സിലായത് സാധാരണ കല്ല് പോലെയുള്ള ഒരു കല്ലായിട്ടാണ്. എന്നാ പിന്നെ എന്തിനാ ഇത്ര ഇടങ്ങേറായിട്ടൊരു പോലീസുകാരൻ അവിടെ പിടിച്ച് തൂങ്ങി നിന്ന് എല്ലാവരും കൂടി ഇടങ്ങേറായി നിൽക്കേണ്ട ആവശ്യം? ഇവിടുന്ന് മടവൂർ വിഭാഗത്തിലും പോകുന്ന ഹജ്ജിനൊക്കെ ഉംറക്കൊക്കെ പോകുന്ന ചില ആളുകൾ ഉണ്ടാകുമല്ലോ, ഓലെങ്കിൽ നിന്ന് അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ മുത്തവന്മാർക്ക്, ഇതൊക്കെ എന്തിനാ അവിടെ തിരക്കുണ്ടാക്കുന്നത്, ഇതൊക്കെ റസൂൽ പറഞ്ഞ ഹദീസ് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇനി സുഹൃത്തുക്കളെ കേട്ടോളൂ, എഴുതി വെച്ചതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നും ഇന്നും എന്തെങ്കിലും തുടങ്ങിയതല്ലേ, ശരിക്കും കേട്ടോളി, നിങ്ങൾക്ക് കേട്ടോളിട്ടോ. ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണെന്നും പാപികളായ മനുഷ്യർ ചുംബിച്ചതുകൊണ്ട് വെട്ടിത്തിളങ്ങുന്ന ആ കല്ല് കറുത്തുപോയതാണെന്നും പറയുന്ന ഹദീസ് ചിലർ ഹജറുൽ അസ്വദിന്റെ പോരിശ സ്ഥാപിക്കാൻ ഉദ്ധരിക്കാറുണ്ട്. എന്താ ഹദീസ്? ഹജർ അസ്വദ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്, അത് മനുഷ്യരായ പാപികൾ ചുംബിച്ചത് കൊണ്ട് കറുത്തുപോയതാണ് എന്ന് പറയുന്ന ഹദീസ് ഹജർ അസ്വദിന്റെ പോരിശ പറയാൻ ചിലർ ഉദ്ധരിക്കാറുണ്ട്. ഇനി KNM നേതാവിന്റെ കമന്റ് കേട്ടോളി, ശരിക്കും ശ്രദ്ധിച്ചോളി. പാപികൾ ചുംബിച്ചത് കൊണ്ട് കറുത്തുപോയതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാനും ചുംബിച്ചത് കൊണ്ട് വെളുക്കുകയും ചെയ്യേണ്ടിയിരുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ചോദ്യമാണത്. ഇത് ചേകനൂരിന്റെ ചോദ്യമല്ല, ശബാബ് വാരിക്ക് ഒറിജിന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ പാടെ താങ്കെടുക്കുകയാണെന്ന് ഫോട്ടോ കോപ്പി എടുത്തെടുക്കുക, ഒറിജിന്റെ കയ്യിലുണ്ട്. എന്താ മൂപ്പര് പറഞ്ഞത് എന്നറിയോ? റസൂൽ പറഞ്ഞു അത് പാപികൾ ചുംബിച്ചത് കൊണ്ട് കറുത്തുപോയി. അപ്പൊ KNM നേതാവിന്റെ കമന്റ്, അങ്ങനെയാണെങ്കിൽ നബി സാബത്തും മുത്തിയപ്പ് വെളുക്കണ്ടേ? ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തെന്നറിയോ? ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ് ഇബ്നു ഖുതൈബ റഹ്മത്തുള്ളാഹി അലൈഹി. എത്രാം നൂറ്റാണ്ടിൽ അറിയോ? 3-ാം നൂറ്റാണ്ട്. ഇത് എത്രാം നൂറ്റാണ്ടാ? 14-ാം നൂറ്റാണ്ട്. എത്ര നൂറ്റാണ്ട് മുമ്പാണ്? നിങ്ങൾ ചിന്തിച്ചോളി. ആ 3-ാം നൂറ്റാണ്ടിലുള്ള ഇബ്നു ഖുതൈബക്ക് ഒരു കിതാബുണ്ട്, തഅ്വീൽ മുഖ്തലിഫുൽ ഹദീസ് എന്ന കിതാബിന്റെ പേര്. നമ്മുടെ അടുക്കലുണ്ടാ കിതാബ്, ലഭ്യമാണ്, മാർക്കറ്റിൽ ലഭ്യമായ കിതാബാ. ആ കിതാബിൽ നിന്ന് ചില വരികൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. ആ വരികൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ റസൂലുള്ളാഹി, ഇത് ബുഖാരിന്റെ ഹദീസാട്ടോ. ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട കല്ലാണെന്നും അത് പാപികൾ മുത്തിയത് കൊണ്ട് കറുത്തുപോയി എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് സഹീഹുൽ ബുഖാരിക്ക് വിശദീകരണം എഴുതിയ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ശരിക്ക് കണ്ണ് തുറന്ന് കാത് തുറന്ന് കേട്ടോളി മുജാഹിദീങ്ങളെ. ഇത് എവിടുക്കാ കൊണ്ടുപോകണതെന്ന് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകും. ഇബ്നു ഹജർ അസ്ഖലാനിന്റെ വാചകം ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. ഈ പറയുന്ന ഹദീസിലെ ചില മുൽഹിദുകളായ ആളുകൾ, എന്താ മുൽഹിദ് എന്നറിയോ? മതനിഷേധികൾ. മത അംഗീകരിക്കുന്ന ആളല്ല, ചില മതനിഷേധികളായ ആളുകൾ ഈ ഹദീസിനെ വിമർശിച്ചിട്ടുണ്ട്. ഏത് ഹദീസിനെ? ഹജറുൽ അസ്വദിനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണെന്നും ആ കല്ലിനെ പാപികൾ ചുംബിച്ചത് കൊണ്ട് കറുത്തുപോയി എന്നും പറയുന്ന ഹദീസിനെ ചില മതനിഷേധികൾ വിമർശിച്ചിട്ടുണ്ട്. എന്താ വിമർശനം? അബ്ദുസ്സലാം സുല്ലമിയുടെ വിമർശനം കേട്ടോളി. ഫഖാല, അവർ പറയുന്നു കൈഫ സവ്വദതുഹു ഖതായ മുശ്രികീന വലം തബിയല്ലഹു തഅതു അഹ്ലി തൗഹീദ്. മുശ്രിക്കുള്ള ശിർക്ക് ചെയ്ത ആളുകൾ ചുംബിച്ച് കറുത്തുപോയതാണെങ്കിൽ തൗഹീദുള്ള ആളുകൾ ചുംബിച്ചപ്പോൾ വെളുത്തു പോകേണ്ടതല്ലേ എന്ന് ചില മതനിഷേധികളായ ആളുകൾ എന്ത് ചെയ്യുന്നു? ഈ ഹദീസിനെ കുറിച്ച് പറയുന്നു. സുബ്ഹാനല്ലാഹ്, നമുക്കുള്ള സുഖം എന്താ അറിയാം? ഞങ്ങൾക്ക് അൽഹംദുലില്ലാഹ് അഹ്ലുസുന്നയിൽ മെമ്പർ ആയിക്കോളി. അഹ്ലുസുന്നയിൽ മെമ്പർ ആയിക്കുള്ള അവസ്ഥ നമുക്കൊന്നും പുതിയതൊന്നും പറയല്ല. നമ്മുടെ മുൻഗാമികളായ ആളുകൾ പറഞ്ഞിങ്ങനെ ഫോട്ടോ കോപ്പി എടുത്ത് കൊടുത്താൽ മതി, അതിങ്ങനെ വയറ് പറഞ്ഞു കൊടുത്താൽ മതി. ഓരോ കിതാബ് വായിക്കാൻ മറുപടി പറയാം. ഈ ഇതുപോലെയുള്ള KNM നേതാവിന്റെ മുൻഗാമികൾ മുമ്പുണ്ടായിട്ടുണ്ട്. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു ഖുതൈബയുടെ മറുപടിയാണ്. ഉജീബ, ഞാൻ അതിന് മറുപടി കൊടുക്കുന്നു. ബിമാ ഖാല ഇബ്നു ഖുതൈബ റഹിമഹുല്ലാഹ്, ഇബ്നു ഖുതൈബ റഹിമഹുല്ലാഹ് 3-ാം നൂറ്റാണ്ടിൽ രചിച്ച കിതാബിൽ നിന്ന് ഞാൻ അതിന് മറുപടി കൊടുക്കുന്നു. ഇബ്നു ഹജർ അസ്ഖലാനി പറയാൻ എന്താ മറുപടി കേട്ടോ.
ലൗ ശാ അല്ലാഹു ലകാന ദാലിക, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു. എന്ത്? അള്ളാഹ് ഉദ്ദേശിക്കാണ് ആ വെളുത്ത കല്ല് കറുത്തിട്ടുണ്ട്, ഇനി തൗഹീദുള്ള ആളുകൾ ചുംബിച്ചതുകൊണ്ട് വെളുക്കണം എന്ന് അള്ളാഹ് ഉദ്ദേശിച്ചാൽ വെളുക്കും. പക്ഷെ അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അതിന് വെളുത്തിട്ടില്ല. ഇതാ ഒന്നാമത്തെ മറുപടി. രണ്ടാമത്തെ മറുപടി കേട്ടോ. വഇന്നമാ അജറല്ലാഹുൽ ആദത ബിഅന്ന സവാദ യസ്ബഗു ലാ യൻതബിഉ അലൽ അക്സി. സാധാരണ ഒരു പതിവ് എന്താ ചോദിച്ചാൽ, വെളുത്ത സാധനം കുറെ കഴിഞ്ഞ് ഇങ്ങനെ കറുത്തു പോകും, അതൊരു ഒരു സംഗതിയാണ്. എന്നാൽ കറുത്ത സാധനം കുറെ കഴിഞ്ഞ് വെളുക്കുവോ? അതുണ്ടാവില്ല. ഇത് അള്ളാഹ് ദുനിയാവ് നിശ്ചയിച്ച വസ്തുതയാണ്, അതാണ് കാരണം. ഇനി മൂന്നാമത്തെ കാരണം കേട്ടോ. ഇബ്നു ഹജർ അസ്ഖലാനി പറയാൻ, വഫീ ബഖാഇയ സുദ്ഇബ്റത്തുൻ, ഈ കറുത്തിരിക്കുന്നത് കൊണ്ട് ചില ആളുകൾക്ക് ചിന്തിക്കാൻ ദൃഷ്ടാന്തമുണ്ട്. എന്താണെന്നറിയും? ലിമൻ ലഹു ബസീറത്തുൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്താകാൻ വേണ്ടി അള്ളാഹ് അങ്ങനെ കറുപ്പാക്കി നിർത്തിയതാണ്. കാരണം ഫൈനൽ ഖതായ ഇദാ അസ്റത് ഫിൽ ഹജ്ർ അസ്വൽദി ഫതഅസിറുഹാ ഫിൽ ഖൽബി അശദ്ദു. കാരണം കറുത്ത് നല്ല ഉറച്ചുള്ള ഒരു കല്ലിൽ പോലും മനുഷ്യന്റെ പാപങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ അത്ര തന്നെ ഉറപ്പില്ലാത്ത ഹൃദയത്തിൽ എത്ര സ്വാധീനം ഉണ്ടാക്കും പാപങ്ങൾ. ഇത് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹ് അങ്ങനെ തന്നെ കറുപ്പിച്ച് നിർത്തിയതാണ്. ഇതിന് പണ്ഡിതന്മാർ കൊടുത്ത മറുപടി അത്. മനസ്സിലായോ? ഞാൻ പിന്നെ മാന്യമായി അല്ലെങ്കിൽ ആധികാരികമായി കൊണ്ട് സംശയിക്കുന്നു അബ്ദുസ്സലാം സുല്ലമി ഈ ഉദ്ധരണി കണ്ടിട്ടുണ്ട്. ഈ ഉദ്ധരണി കാരണം ഫതുൽ ബാരി മുഴുവൻ വായിച്ച ആളാണ് അബ്ദുസ്സലാം സുല്ലമി, അദ്ദേഹത്തിന്റെ കിതാബ് വായിച്ചാൽ അറിയാം. ഈ ഉദ്ധരണി ഫതുൽ ബാരിയിലുണ്ട്. എന്നിട്ട് പോലും മുൽഹിദുകളായ മതനിഷേധികളായ ആളുകളുടെ നിർവചനവും അതുപോലെ തന്നെ അവരുടെ എഴുത്തിറാവും അവരുടെ ആരോപണവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണത്തിൽ എഴുതിവിട്ടിരിക്കുന്നു. കാരണം തൗഹീദാണ്. കാരണം എന്താ? ആ മക്കാം ഇബ്രാഹിമിലില്ലാത്ത എന്തോ ഒരു മാത്ത ഹജർ അസ്വദ് വെച്ച് ശിർക്കാവും. തന്നെ കുഴപ്പം. മനസ്സിലായെങ്കിൽ ഹജർ അസ്വദിന് അബോധികത വരും. അതുകൊണ്ട് തന്നെ അബോധികത വന്നാൽ പ്രശ്നമാണ്. അതുകൊണ്ട് മൂപ്പരെന്താ എഴുതിയത്? ചുരുക്കത്തിൽ ഹജർ അസ്വദ് സാധാരണ കല്ലാണ്. അതിനെ ചുംബിക്കുന്നവർക്കും തൊട്ടുമുത്തുന്നവർക്കും രണ്ട് ലോകത്തും യാതൊരു ഉപകാരവും അത് ചെയ്യുകയില്ല. അതിനെ ചുംബിക്കുന്നവർ അത് അറിയുകയില്ല. സാധാരണ കല്ലുപോലെ തന്നെ ത്വാഫ് ചെയ്യുമ്പോൾ അതിനെ ചുംബിക്കുന്നവർക്കും തൊട്ടുമുത്തുന്നവർക്കും ആംഗ്യം മാത്രം കാണിക്കുന്നവർക്കും ഈ സന്ദർഭത്തിൽ ഖലീഫ ഉമർ റളിയല്ലാഹു ഉണ്ടായ മനസ്ഥിതി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്താ ഉമർ റളിയല്ലാഹു പറഞ്ഞത്? അദ്ദേഹം ഹജറുൽ അസ്വദിനെ ചുംബിച്ചു. ഇന്നക ഹജറുൻ ലാ തുദുർ വലാ തൻഫഉ എന്ന് പറഞ്ഞു. ഇബ്നു ഹജർ അസ്ഖലാനിന്റെ ഫത്വൽ ബാരി വിശദീകരിച്ചിട്ട് അതിന്റെ അർത്ഥം ഉമർ റളിയല്ലാഹു ഹജറുൽ അസ്വദ് സാധാരണ കല്ലാന്ന് മനസ്സിലാക്കിയെന്നല്ല. അവിടെ മക്കം ഫത്ത് കഴിഞ്ഞതിന് ശേഷം പുതിയതായി കൊണ്ട് തൗഹീദിക്ക് വന്ന ആൾക്കാരാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഒപ്പം തവാഫ് ചെയ്യണത്. അപ്പൊ നമ്മൾ ബിംബം വിട്ടിട്ട് ഇപ്പൊ എടുക്കുന്നു, ഇവിടെയും കല്ലിനൊക്കെ ആരാധിക്കുന്നുണ്ടോ എന്ന് ഇവിടെ അതിനെ ആരാധിക്കുകയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് ചുംബിച്ചിട്ടുണ്ട്, അതിന് മഹത്വമുണ്ട്. ആ മഹത്വം നമ്മൾ കൽപ്പിക്കുള്ളൂ. അതല്ലാതെ വിഗ്രഹങ്ങൾക്കുള്ള മഹത്വം ഹജർ അസ്വദിന് ഇല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉമർ അള്ളാഹു പറഞ്ഞു. അതെടുത്തിട്ട് മുമ്പ് പറയാണ് സാധാരണ കല്ലാണ് എന്ന്. ഇനി കേട്ടോളും, ഈ കല്ല് ഇപ്രകാരമെല്ലാം അറിയുമെന്നും ഇവർക്ക് വേണ്ടി സാക്ഷി നിൽക്കുമെന്നും വിശ്വസിക്കുന്നത് ശിർക്കാണ്. അപ്പൊ ഹജർ അസ്വദ് സാക്ഷി നിൽക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കാകും. ഇങ്ങനെ സുഹൃത്തുക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ്. അദാബുൽ ഖബർ ശിക്ഷ അല്ല എന്നാണ് പറഞ്ഞത്. ഖബർ ശിക്ഷയുണ്ട് എന്ന് വിശ്വസിക്കൽ വിശുദ്ധ ഖുർആനെതിരാണ് എന്നാണ് എഴുതിവിട്ടിരിക്കുന്നത്. മിഅ്റാജ് റസൂലുള്ളാഹി ശാരീരികമായി കൊണ്ട് പോയിട്ടില്ല. നിങ്ങൾക്ക് കേൾക്കണോ? എന്തൊക്കെ തട്ടിപ്പാ നടത്തുന്നത്? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. മിഅ്റാജ് ശാരീരികമായി കൊണ്ട് പോയി എന്ന് വിശ്വസിച്ചാൽ ഖുർആനെതിരാണെന്നാണ് അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന കേന്ദ്ര നേതാവിന്റെ വാദം. എന്ന് മാത്രമല്ല, അയാൾ എഴുതിയിട്ടുണ്ട് മിഅ്റാജ് സ്വപ്നമായിരുന്നു എന്ന് ഖുർആനിലുണ്ട്. കളവാണ്. എന്ത്? മിഅ്റാജ് സ്വപ്നമായിരുന്നു എന്ന് ഖുർആനിലുണ്ട്. അങ്ങനെ അള്ളാന്റെ ഖുർആനിലില്ല. എന്നാൽ ഖുർആനിൽ എന്താണെന്ന് അറിയോ? വലഖദ് റആഹു നസ്ലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശ മാ സാഗൽ ബസർ വമാ തഗാ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ. ഈ ആയത്ത് വിശദീകരിച്ച് നിങ്ങൾ അമാനി മുലുവിന്റെ തഫ്സീർ വായിച്ചു നോക്കണം. അമാനി മുലു ശരിക്ക് വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി മിഅ്റാജിന് ശാരീരികമായി പോയിട്ടുണ്ട്. അവിടെ വെച്ചുകൊണ്ട് സ്വർഗത്തിന്റെ അടുത്ത് വെച്ച് ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളി മുഅ്മിനീങ്ങളെ. പടച്ചോനെ പേടിക്കണം, സ്വർഗം കാണണമെന്ന് ആഗ്രഹിക്കുന്ന, സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുജാഹിദീങ്ങൾ ചിന്തിച്ചോളി. ഈ ആയത്തിന് കേന്നം നേതാവിന്റെ പരിഭാഷ എന്താ അറിയാം നിങ്ങൾക്ക്?
ശരിക്ക് കേട്ടോളൂ. ഇൻദ സിദ്റത്തിൽ മുൻതഹ വലഖദ് റആഹു നസ്ലത്തുൻ ഉഖറ. ജിബ്രീലിനെ റസൂലുള്ളാഹ് ഒരു പ്രാവശ്യം കൂടി കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച് കണ്ടു? ഇൻദ സിദ്റത്തിൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചുകൊണ്ട് കണ്ടു. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹ് വിശദീകരിച്ച് മിഅ്റാജിന് പോയപ്പോ പിന്നെ അള്ളാഹുവിന്റെ അർശിന്റെ അടുക്കലേക്ക് എത്തി. സിദ്റത്തുൽ മുൻതഹ ഒരു മരമാണ്. ആ മരത്തിന്റെ ഇലകൾ ആനയുടെ ചെവിയുടെ അത്ര അതിനേക്കാൾ വലുപ്പമുണ്ടെന്ന് റസൂലുള്ളാഹ് ഹദീസിൽ പഠിപ്പിച്ചതാണ്. അമാനിന്റെ തഫ്സീർ നിങ്ങൾ വായിച്ചു നോക്കണം. സൂറത്തു നജ്മിന്റെ 13 മുതലുള്ള ആയത്തുകൾ. ഇദ്ദേഹം പറയാണ് ഇൻദ സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ അതൊരു മരമല്ല, അങ്ങേയറ്റത്തെ പരിഭ്രമം എന്നാണ് ചിലർ സിദ്റത്തുൽ മുൻതഹ എന്ന അർത്ഥം നൽകുന്നത്. കാരണം റസൂലുള്ളാഹ് മിഅ്റാജിന് പോയി എന്ന് വരാൻ പാടില്ല. അവനെന്തിനും പോയി എന്ന് അള്ളാഹ് പറഞ്ഞ ആയത്തിന് ദുർവ്യാഖ്യാനിക്കണം. എന്നിട്ട് പറയും, അള്ളാഹ് പറഞ്ഞു ഇൻദഹാ ജന്നത്തുൽ മഅവാ, അതിന്റെ അടുക്കലാണ് ആവാസത്തിന്റെ സ്വർഗമുള്ളത്. അഥവാ സിദ്റത്തുൽ മുൻതഹന്റെ അടുത്താണ് സ്വർഗമുള്ളത്. എന്നാ ഈ KNM നേതാവിന്റെ പരിഭാഷക്ക് ശരിക്ക് ശ്രദ്ധിച്ചോട്ടോ. ഇവിടെ കാരണം സ്വർഗമുള്ളത്, സ്വർഗം അപ്പുറത്താണല്ലോ. അപ്പൊ സ്വർഗമുള്ളത് എന്ന് പരിഭാഷ കൊടുത്താൽ എന്ത് വരും? മിഅ്റാജിൻ റസൂലുള്ളാഹ് ശാരീരികമായി പോയി എന്ന് വരും. അപ്പൊ അത് വരാൻ പാടില്ല. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ജന്നത്ത് എന്നതിന് സ്വർഗം അർത്ഥം കൊടുക്കാൻ പാടില്ല. എന്താ ഒരു കൊടുത്ത അർത്ഥം? അതിന്റെ അടുത്താണ് ആവാസത്തിന്റെ തോട്ടം. അതിന്റെ അടുത്താണ് ആവാസത്തിന്റെ തോട്ടം. ഇനി അതിന്റെ പരിഭാഷ കേട്ടോളി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി വിശ്രമിക്കുവാൻ പുറപ്പെട്ട സമയത്താണ് ജിബ്രീലിനെ ദർശിച്ചത് എന്ന് വിവക്ഷ. റസൂലുള്ളാഹ് അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ ആ പുറത്തിറങ്ങിയ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹ് ജിബ്രീലിനെ കണ്ടത്. അതല്ലാതെ മിഅ്റാജിന് പോയപ്പോ കണ്ടിട്ടില്ല. മുഅ്മിനീങ്ങളെ, മുജാഹിദീങ്ങളെ ശ്രദ്ധിച്ചോളി. ഈ വിശ്വാസം കൊണ്ട് പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് ചെന്നാൽ റസൂലുള്ളാഹ് പഠിപ്പിച്ച ദീനെതിരാണിത്, അള്ളാന്റെ ഖുർആനെതിരാണിത്. ഇതിന്റെ അടിക്കുറിപ്പ് കൊടുത്താന്നറിയോ? ജൗഹറത്ത് തൗഹീദ് എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു, ഇസ്റാ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാകയാൽ മനഃപൂർവ്വം നിഷേധിക്കാവതല്ല. എന്നാൽ മിഅ്റാജ് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല, അതുകൊണ്ട് നിഷേധിച്ച കാഫിറാകൂല. ആരാ പറയണത്? അബ്ദുസ്സലാം സുല്ലമി. എവിടുന്നാ പറയണത്? ജൗഹറത്ത് തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥം. ജൗഹറത്ത് തൗഹീദ് ഉമർ മൗലവിന്റെതാ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യന്റെതാ? അല്ലെങ്കിൽ ഇബ്നുൽ ഖയ്യിമിന്റെ? അല്ല. ജൗഹറത്ത് എന്ന് പറഞ്ഞ കേരളത്തിലെ സമസ്തക്കാരിറക്കിയ ബുക്കാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മിഅ്റാജ് നിഷേധിക്കാൻ KNM നേതാവിന് എന്താ തെളിവ്? കേരളത്തിലെ ചെമ്മാടും സുന്നി പബ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ള ജൗഹറത്ത് തൗഹീദ് എന്ന് പറയുന്ന കിതാബ് നിങ്ങൾക്ക് കേൾക്കണോ? ജൗഹറത്ത് തൗഹീദിലും അങ്ങനല്ല. ആലോചിക്ക്. ഈ KNM നേതാവ് പറയുന്ന ജൗഹറത്ത് തൗഹീദിലും അങ്ങനല്ല. പിന്നെന്താ ജൗഹറത്ത് തൗഹീദ്? ജൗഹറത്ത് തൗഹീദ് ഒരു ഈജിപ്തിലുള്ള പണ്ഡിതന്റെ അറബിയിലുള്ള കിതാബാണ്. ആ കിതാബിൽ എന്താ ഉള്ളത് നിങ്ങൾക്ക്? മിഅ്റാജിനെ നിഷേധിക്കേണ്ട, ഫസ്ബുത്താ, മിഅ്റാജ് നീ സാബിതാക്കിക്കോ. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസുണ്ട്. മിഅ്റാജ് റസൂൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് മിഅ്റാജിനെ നിഷേധിക്കണ്ട എന്നാണ് ജൗഹറത്ത് തൗഹീദിലുള്ളത്. ആലോചിച്ച് നോക്കി. ആ ജൗഹറത്ത് തൗഹീദിന് കേരളത്തിലെ സമസ്തക്കാരനായ ഒരു മുസ്ലിയാർ പരിഭാഷ എഴുതിയിട്ടുണ്ട്. ആര്? അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കുന്ന ഒരു മുസ്ലിയാര് ഈ ജൗഹറത്ത് തൗഹീദ് എന്ന് പറഞ്ഞ ഈജിപ്തിലുള്ള പണ്ഡിതന്റെ അറബി ബുക്കിന് പരിഭാഷ, ആ പരിഭാഷയെന്നാണ് KNM നേതാവ് എടുത്തു കൊടുക്കുന്നത്. എന്ത്? മിഅ്റാജ് നിഷേധിച്ച കാഫിറാകൂല എന്ന് ജൗഹറത്ത് തൗഹീദ് പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു. വല്ലാത്ത പ്രസിദ്ധിയാണ് സുഹൃത്തുക്കളെ. ഈമാൻ പോകണ കാര്യം അതൊക്കെ. ഇതൊന്നും നിസ്സാര കാര്യമില്ല. മിഅ്റാജ് നിഷേധിച്ച കാഫിറാകൂല എന്ന് ആരാ പറഞ്ഞു നിങ്ങളോട്? അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാ മിഅ്റാജ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ കാഫിറാകൂലേ? അങ്ങോട്ട് തട്ടിവിടുന്നു. കാരണം മൂപ്പര് നിഷേധിക്കുന്നുണ്ട്. മൂപ്പര് ഇസ്ലാമിന്റെ ഉള്ളിൽ നിൽക്കണം. നിങ്ങൾ ആലോചിച്ചു സുഹൃത്തുക്കളെ, ഇങ്ങനെ എത്ര കാര്യങ്ങൾ. സിറാത്ത് പാലം മുജാഹിദീങ്ങൾ നിങ്ങൾക്ക് തർക്കമുണ്ടോ? എന്ത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഒരു 5 മിനിറ്റ് കൂടി ഇൻഷാ അല്ലാഹ്. സിറാത്ത് പാലം ഉണ്ടോ അല്ലേ? മുജാഹിദീങ്ങൾക്ക് തർക്കമുണ്ടോ? തർക്കല്ല. മുജാഹിദ് ആണെങ്കിൽ തർക്കം ഉണ്ടാവില്ല. ഓൻ സമസ്തക്കാരനാണെങ്കിൽ തർക്കം ഉണ്ടാവില്ല. ഓൻ മുസ്ലിം ആണെങ്കിൽ തർക്കം ഉണ്ടാവില്ല. നിങ്ങൾക്ക് കേൾക്കണോ? KNM നേതാവ് എന്ത് ചെയ്തെന്നറിയാം നിങ്ങൾക്ക്?
സിറാത്ത് പാലം ഇല്ല. തെളിവ് വരണം, അടുത്ത ലക്കം വിചിന്തനത്തിൽ ലേഖനം വരണം. സിറാത്ത് പാലം ഇല്ല എന്ന വാദം മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ പരിചയമില്ലാത്ത വാദമാകുന്നു എന്ന് ലേഖനം വന്നാൽ ഐക്യം യാഥാർത്ഥ്യമാകും, കുറച്ചും കൂടി അടുക്കും, ഐക്യം കുറച്ചും കൂടി അടുക്കും, യാഥാർത്ഥ്യമാകും. ഇനി സുഹൃത്തുക്കളെ, സിറാത്ത് പാലം ഇല്ല എന്ന് മാത്രല്ല, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പൊന്നു മുജാഹിദികളെ ശ്രദ്ധിച്ചോ, ഇനി ഞാൻ വായിക്കാൻ പോണ വരിയുണ്ടല്ലോ, എന്താണെന്നറിയോ? സിറാത്ത് പാലം ഖുർആനിനെതിരാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. സിറാത്ത് പാലം അള്ളാന്റെ ഖുർആനിനെതിരാണ്. അങ്ങനൊന്നും ഉണ്ടാവില്ല മൗലവി, അങ്ങനെ ഇപ്പൊ ഒരു മുജാഹിദ് എഴുതോ? കേട്ടോളി, മുജാഹിദീങ്ങൾ എഴുതൂല, അത് ശരിയാ, കേട്ടോളി. പിന്നെ സൂറത്തു സുമറിന്റെ 71-ാമത്തെ ആയത്തിന്റെ വിശദീകരണം KNM നേതാവിന്റെ പരിഭാഷ ഞാൻ വായിക്കുന്നത്, കേട്ടോളി. നരകവാസികളെ പ്രത്യേകമായി വിവിധ സംഘങ്ങളിലായി നരകത്തിന് നേരെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. സ്വർഗവാസികളെ സ്വർഗത്തിന് നേരെയും. ഇനി ശരിക്കും ശ്രദ്ധിച്ചോ, രണ്ട് കൂട്ടരും ഒന്നിച്ച് നരകത്തിന്റെ പാലത്തിലൂടെ പോകുമ്പോൾ, ഏതാ നരകത്തിന്റെ പാലം? മുജാഹിദീങ്ങളെ, ഏതാ നരകത്തിന്റെ പാലം? സിറാത്ത് പാലം. നരകത്തിന്റെ പാലത്തിലൂടെ പോകുമ്പോൾ നരകവാസികളെ മുള്ളു കൊളുത്തി താഴെ വീഴ്ത്തുകയാണെന്ന വീക്ഷണം. ഇത് ബുഖാരിന്റെ ഹദീസാ. റസൂൽ പറയാണ്, സിറാത്ത് പാലത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ നരകത്തിൽ നിന്ന് ചില കൊളുത്തുകൾ ഇങ്ങനെ പൊന്തി വരും. നരകത്തിലേക്ക് പോകേണ്ട ആളുകൾ നരകത്തിലേക്ക് ആ കൊളുത്തുകൾ ഇങ്ങനെ വലിച്ചു താഴ്ത്തിക്കിടും. മുപ്പര് പറയണം, ആ വീക്ഷണം റസൂലുള്ളാഹിന്റെ ബുഖാരിലെ ഹദീസിനെ പറ്റി ഒരു വീക്ഷണം പരിശുദ്ധ ഖുർആനിന്റെ ഈ പ്രസ്താവനകൾക്കും മറ്റു ധാരാളം സൂക്തങ്ങൾക്കും എതിരാകുന്നതാണ്. എന്താണ് ഈ പറഞ്ഞത്? സിറാത്ത് പാലത്തിലൂടെ പോകുക, അല്ലെങ്കിൽ സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ ഖുർആനിനെതിരാണ്. ഈ വിശ്വാസം കൊണ്ട് മരിച്ചുപോയി ഞാൻ KNM എന്നൊന്നും പറഞ്ഞ പടച്ചോ വിടൂല സുഹൃത്തുക്കളെ. ഇതൊക്കെ തിരുത്തിക്കോളി. ഇതൊക്കെ സ്വർഗം ഉണ്ട് എന്നുള്ള അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. സിറാത്ത് പാലം ബുഖാരിലെ ഹദീസ് നിങ്ങൾ വായിച്ചു നോക്കിക്കോളി. ഇത് മുജാഹിദ് വിസ്ഡത്തിൻ്റെതൊന്നല്ല, സഹീൽ ബുഖാരി. ചില ആൾക്കാരുണ്ട്, നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ അംഗീകരിക്കൂല, ഞങ്ങൾ പറഞ്ഞ അംഗീകരിക്കണ്ട, ഇതൊക്കെ അള്ളാഹ് പറഞ്ഞതാണ്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ എന്ന സൂറത്ത് മറിയം ആ ആയത്തെടുത്തിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞിട്ടുണ്ട്, സിറാത്ത് പാലത്തിനുള്ള തെളിവാണ് ആയത്ത് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊക്കെ കാര്യങ്ങളാണ്. ഞാൻ അവസാനിപ്പിക്കാൻ, ചന്ദ്രൻ പിളർന്ന സംഭവം മുജാഹിദീങ്ങൾക്ക് തർക്കണ്ടോ? എന്താ? ചേകനൂർ പറഞ്ഞു ചന്ദ്രൻ പിളർന്നിട്ടില്ല, സീൻ അഹമ്മദ് മൗലവി പറഞ്ഞു ചന്ദ്രൻ പിളർന്നിട്ടില്ല, അബ്ദുസ്സലാം സുലൈമി എന്ന് പറയുന്ന KNM നേതാവും പറഞ്ഞു ചന്ദ്രൻ പിളർന്നിട്ടില്ല. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, അയാളുടെ ഖുർആൻ പരിഭാഷ എനിക്ക് വാങ്ങാൻ കിട്ടും, മലയാളത്തിലാ. അതൊക്കെ മൂപ്പര് നിങ്ങളെ ഞങ്ങളുണ്ടായപ്പോ കൂട്ടത്തിലുണ്ടായതല്ലേ, 2002 ശേഷം എഴുതിയതാ. 2002 ശേഷം എഴുതിയതാണ്. ആ ഖുർആൻ പരിഭാഷയിലുള്ളത് റസൂലുള്ളാഹിന്റെ കാലത്ത് ചന്ദ്രൻ പിളർന്നിട്ടില്ല, അത് ആലങ്കാരിക പ്രയോഗമാണ് കേട്ടോ. ബുഖാരിയിലെ ഹദീസ് 100 കണക്കിന് മുത്തവാത്തിറാണ്. പിന്നെ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ മുത്തവാത്തിറാണ് എന്ന് പറഞ്ഞാൽ അത്രയും ഹദീസ് വന്നിട്ടുണ്ട്. ഇനിയോ കണ്ണേർ നിഷേധിക്കുന്നു. പക്ഷെ ചില ആളുകൾ ഈ കണ്ണേർ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇപ്പോ ഒരു അന്ധവിശ്വാസമല്ലേ, എങ്ങനെ ഇപ്പൊ കണ്ണൊക്കെ പറ്റുക? നിങ്ങൾ കേട്ടോളി, 2 ആയത്ത് നിങ്ങൾ ശരിക്കും പഠിച്ചോളി മുജാഹിദീങ്ങളുടെ 2 ആയത്ത്. കണ്ണേർ അന്ധവിശ്വാസമാണെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ മുജാഹിദീങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. സൂറത്ത് യൂസുഫിലെ 67-ാമത്തെ ആയത്ത്. അമാനി മൗലവിന്റെ തഫ്സീറുകൾ ഇന്ന് തന്നെ പോയി മറിച്ചു നോക്കണം, ഉറങ്ങുന്നതിന് മുമ്പ് വായിച്ചു നോക്കണം സംശയമുള്ള ആൾക്കാർ. എന്താ ആയത്തിലുള്ളത്? വഖാല യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖാ. ഓ മക്കളെ, നിങ്ങൾ ഒരു വാതിലൂടെ നിങ്ങൾ യൂസുഫ് നബിയുടെ അടുക്കിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്, നിങ്ങൾ വ്യത്യസ്തമായ വാതിലൂടെയാണ് പ്രവേശിക്കേണ്ടത് എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശം. അമാനി മൗലവി തഫ്സീർ ഞാൻ വായിച്ചു തരാം. എന്താ കൃത്യമായി കേട്ടോളൂ. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 2ാമത്തെ വ്യാഖ്യാനം, സൗന്ദര്യവും പ്രഭാവവും മുറ്റി നിൽക്കുന്ന ഒരു സംഘം ആളുകൾ, അതും ഒരേ പിതാവിന്റെ മക്കൾ ഒരേ വഴിക്ക് പ്രവേശിക്കുമ്പോൾ അത് കണ്ണേർ ബാധിക്കാൻ കാരണമായേക്കും. അമാനി പോലും തഫ്സീറാണ്.
അത് കണ്ണേറ് ബാധിക്കാൻ കാരണമായേക്കും. അതിൽ നിന്ന് ഒഴിവാകുവാൻ വേണ്ടിയാണ് അത് ഇങ്ങനെ ഒരു വാതിലൂടെ നിങ്ങൾ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞത്. ഇബ്നു അബ്ബാസ്, മുഹമ്മദ് ബിൻ കഅബ്, മുജാഹിദ്, വഹാഖ്, ഖത്താദ, സുദ്ദി റഹിമഹുമുല്ലാ മുതലായവരിൽ നിന്നും ഇത് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവെ സ്വീകരിച്ച് കാണുന്നതും ഇതാകുന്നു. യാക്കൂബ് നബി തന്റെ മക്കൾക്ക് കണ്ണേറ് ഭയപ്പെട്ടു. അമാനിന്റെ തഫ്സീർ ഒരായത്ത് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ആയത്ത് പിടിച്ചോ, സൂറത്തുൽ ഖലമിൽ 51-ാമത്തെ ആയത്ത്. അന്നേറ് അന്ധവിശ്വാസമല്ല, വിശ്വാസാണ്. വിശുദ്ധ ഖുർആൻ കാണാം, വയകാദുല്ലദീന കഫറൂ ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ الذിക്റ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. വയകാദുല്ലദീന കഫറൂ, കാഫിറുകളായ ആളുകൾ ആകാറായിരിക്കുന്നു, ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം, നബിയെ അവരുടെ കണ്ണുകളെ കൊണ്ട് നിങ്ങളെ അവർ മറിച്ചിടാറായിരിക്കുന്നു. എന്താ കൈകൊണ്ട് മറിച്ചിടാന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ഇനി കണ്ണുകൊണ്ട് മറിച്ചിടല്, ഒരാളെ കണ്ണുകൊണ്ട് മറിച്ചിടാൻ കഴിയോ? ഈ ആയത്ത് വിശദീകരിച്ച് ഇബ്നു കേട്ടോടെ ആരൊക്കെ പറഞ്ഞത്? ഇബ്നു കസീറിന്റെ തഫ്സീർ ഞാൻ വായിക്കുന്നത്. വഖാല ഇബ്നു അബ്ബാസ്. ആരാ ഇബ്നു അബ്ബാസ്? റസൂലുള്ളാഹിന്റെ ശിഷ്യനാണ്. റസൂലുള്ളാഹിന്റെ മദ്രസയിലെ ശിഷ്യനാണ് ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് പറയുന്നു, വമുജാഹിദും വഗൈറുഹുമാ ലയുസ്ലിഖൂന ബിഅബ്സാരിഹിം എന്ന ആയത്തിന് അവർ പറയാണ്, വഫീ ഹാദിഹിൽ ആയത്തി ദലീലുൻ, ഈ ആയത്തിൽ തെളിവുണ്ട്, അല അന്നൽ ഐന ഇസാബത്തുഹാ വതഅതീറുഹാ ഹഖ്ഖുൻ, കണ്ണേർ യാഥാർത്ഥ്യമാണെന്നും ഈ ആയത്തിൽ തെളിവുണ്ട്. ഇത് വിസ്ഡം പ്രസിദ്ധീകരിച്ച പുസ്തകമല്ല, ഇബ്നു കസീറിന്റെ തഫ്സീറാണ് ഞാൻ വായിച്ചത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് അന്ധവിശ്വാസമായി തള്ളുന്നു. സംഗീതത്തെ സംബന്ധിച്ച് ഖുർആനിൽ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ സത്യവും വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവനാണെങ്കിൽ സംഗീതം അനുവദനീയമാണെന്ന് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. ആയത്ത് നമ്മൾ ചോദിച്ചു, അപ്പൊ പറഞ്ഞു ആയത്ത് അടുത്ത ആഴ്ച പറയാന്ന് പറഞ്ഞു നന്ദിന്ന്. അപ്പൊ അടുത്ത ആഴ്ച വന്ന് നോക്കുമ്പോൾ ആയത്ത് പറഞ്ഞു സൂറത്തുൽ ഇസ്രാഇന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു ഓതാൻ വേണ്ടി പറഞ്ഞപ്പോ ഓതാൻ സമയമില്ല, നിങ്ങൾ ചെറിയ മുടത്തിന്റെ പരിഭാഷ വായിച്ചാൽ മതി പറഞ്ഞു. ചെറിയ മുടത്തിന്റെ പരിഭാഷ നോക്കിയപ്പോ അങ്ങനെയില്ല. സലാം വസ്ലം എഴുതിയതുപോലെ ഒന്നും അങ്ങനെയില്ല. അപ്പൊ അള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ പേരിൽ കളവ് പറഞ്ഞു, പിന്നെ ചെറിയ മുണ്ടത്തിന്റെ പേരിൽ കളവ് പറഞ്ഞു, പറപ്പൂരിന്റെ പേരിൽ കളവ് പറഞ്ഞു. അങ്ങോട്ട് തട്ടിവിടന്നെ. കാരണം മ്യൂസിക് ചില ആളുകൾക്ക് ഹലാലായി കിട്ടണം. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കാൻ ഞാൻ പറഞ്ഞ ദീനാണ് സുഹൃത്തുക്കൾ. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നിഷേധിച്ചിട്ട് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കടന്നു ചെന്നാൽ സുഹൃത്തുക്കളെ, ഹൗദുൽ കൗസർ നമ്മൾ സ്വപ്നം കാണണ്ട. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാം. അള്ളാഹിന്റെ ദീൻ പൂർത്തിയായിട്ടുണ്ട്. എന്നാലും നമ്മുടെ നേതാക്കന്മാര് ഇപ്പൊ ചില ആളുകൾ പറഞ്ഞെന്ന് വെച്ചാൽ ഐക്യത്തെ പറ്റി നമ്മൾ ഒരു ചർച്ച നടത്തണം, ഒക്കെ നമ്മളെ നേതാക്കന്മാർ തീരുമാനിച്ചു. എൻ്റെ മഹലിലെ ആള് പറഞ്ഞതാ നമ്മളോട്, അതിനെപ്പറ്റി നമുക്ക് ഒരു ചർച്ചയില്ല, അതൊക്കെ നേതാക്കന്മാർ തീരുമാനിച്ചിട്ടുണ്ട്, അതാണ് അംഗീകരിച്ചാൽ മതി. സുഹൃത്തുക്കളെ, ഇതല്ല ഇവിടെ താമസക്കാരും പറഞ്ഞത്. ഈ ശംസുലമ കാണാത്ത കിതാബ് ഇപ്പൊ നമ്മൾ ഉണ്ടണോ? അണ്ടോണം സിയാജ് കാണാത്ത കിതാബ് നമ്മൾ ഉണ്ടണോ? കൂറ്റനാട് കാണാത്ത കിതാബ് നമ്മൾ ഉണ്ടണോ? ഓരൊക്കെ പറഞ്ഞ് നമ്മൾ അംഗീകരിച്ചാൽ മതി. ഇസ്തിഗാസ അമ്പിയാക്കന്മാർ ഇസ്തിഗാസ ഒരു തെളിവുണ്ടാവും. ഈ അവസ്ഥ മുജാഹിദീങ്ങൾക്ക് വരാൻ പാടില്ല. മുജാഹിദീങ്ങൾ ആര് ഏത് കൊലമുഖം ആള് പറഞ്ഞാലും ആയത്തിരിക്കി ഹദീസിരിക്കി തെളിവെടുക്കി, തെളിവുണ്ടെങ്കിൽ അംഗീകരിക്കൂ എന്ന് പറഞ്ഞ മുജാഹിദികൾ ഇപ്പൊ പറയാണ്. അപ്പൊ അതൊക്കെ പണ്ഡിതന്മാർ തീരുമാനിച്ചിട്ടുണ്ടാവും, നമ്മൾ ചർച്ച ചെയ്യണ്ട. നമുക്ക് കേൾക്കണോ? അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ആയത്ത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, നരകത്തിൽ ചില മുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറിക്കപ്പെടുന്നു. യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല, അവർ അല്ലാഹുവിനോട് വിലപിക്കുകയാണ്, യാ ലൈതനാ ഞങ്ങളുടെ നാശമേ, അതഅന അല്ലാഹ വഅതഅന റസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും എന്ന് പറഞ്ഞ ഖുർആൻ സുന്നത്ത് ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വഖാലു, അവർ പറയുന്നു, ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ, അല്ലാഹുവേ ഞങ്ങൾ അനുസരിച്ചു പോയി. ആരെ? ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഞങ്ങൾ അനുസരിച്ചു പോയി. പക്ഷെ അനുസരിച്ചപ്പോ ഞങ്ങൾ വിചാരിച്ചു അവർ ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന്. ഫഅദല്ലൂന സബീല, അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞില്ല പടച്ചോനെ. എന്നിട്ട് പറഞ്ഞ വാചക ശരിക്കും ശ്രദ്ധിച്ചോളൂ സുഹൃത്തുക്കളെ. എന്നാലും പടച്ചോനെ ഞങ്ങളുടെ നേതാക്കന്മാരല്ലേ, ഞങ്ങളെ ആദരിച്ച് ബഹുമാനിച്ചവരല്ലേ പടച്ചോനെ, ഞങ്ങൾക്ക് കുറച്ചൊക്കെ ശിക്ഷ കൂട്ടി തന്നാലും ഞങ്ങളുടെ സയ്യിദന്മാർക്കും നമ്മുടെ നേതാക്കന്മാർക്കും കുറച്ചൊക്കെ ശിക്ഷ കുറച്ചൊടുക്ക് പടച്ചോനെ എന്നാണോ സഹോദരങ്ങളെ പറയാ?
അല്ല, നേരെ മറിച്ച് അവർ പറയുന്നു റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബ്, അല്ലാഹുവേ ഞങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ 2 ഇരട്ടി ശിക്ഷ പടച്ചോനെ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നീ കൊടുക്കണമേ. വിലപിച്ചിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾക്ക് കൊടുക്കുന്ന ഇരട്ടി കൊടുക്ക പടച്ചോനെ, ഒരിക്കലും കുറക്കാൻ പാടില്ല. വൽഅൻഹും ലഅനൻ കബീറാ, അല്ലാഹുവേ അതിശക്തമായ നിന്റെ കോപം അവരുടെ മേൽ നീ വർഷിക്കുകയും ചെയ്യണേ. പടച്ചോനെ നീ അങ്ങേറ്റം ശവിക്കണം ഈ ആളുകളെ. ഞങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷ 2 ഇരട്ടി നീ അവൾക്ക് കൊടുക്ക പടച്ചോനെ. കാര്യമുണ്ടോ സുഹൃത്തുക്കളെ? ഇതൊക്കെ ഹക്കാണ്. വരാനിരിക്കുന്ന സംഭവം പടച്ചോ മുൻകൂട്ടി പറഞ്ഞുതരാണ് ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ വേണ്ടി. ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഉൽ അദാബ് വതഖത്തഅത ബിഹിമുൽ അസ്ബാബ്. പിൻപറ്റപ്പെട്ടവർ പിൻപറ്റിയവരിൽ നിന്ന് ഓടിയകലുന്ന ദിവസം നരകങ്ങളുടെ മുമ്പിൽ കാണും. അവർ പറയും ലൗ അന്ന ലനാ കറതൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ. പടച്ചോനെ ഒരു ചാൻസ് എങ്കിലും ഞങ്ങൾക്ക് നീ മടക്കി തരികയാണെങ്കിൽ ഈ നേതാക്കന്മാർ ഞങ്ങളെ കൈയൊഴിച്ചതുപോലെ ദുനിയാവിൽ ഈ നേതാക്കന്മാരെ ഞങ്ങളും കൈയൊഴിച്ചു കൊള്ളാ പടച്ചോനെ. അതുകൊണ്ട് റബ്ബേ ഒരു ചാൻസ് കൂടി ദുനിയാവിലേക്ക് നീ മടക്കിക്കൊണ്ടാ എന്ന് പറയുന്ന അവസ്ഥ മുജാഹിദികളെ നമുക്കുണ്ടാകാൻ പാടില്ല. അതിനാണ് ഈ പ്രസംഗം, അതിനാണ് ഈ പരിപാടി. അതല്ലാതെ ആരെയും നിഷേധിയാക്കാനോ അല്ലെങ്കിൽ ആരെയും പരിഹസിക്കാനല്ല. അള്ളാഹുവിൻ്റെ ദീൻ നമ്മൾ ശരിക്കും പഠിക്കുക, തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കുക. ആ തൗഹീദ് തെറ്റിയാലുള്ള അപകടമാണ് ഈ പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ആ അറിഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരേക്കും ആ തൗഹീദിൽ ഉറച്ചു നിൽക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള ഒരുപാട് സഹോദരന്മാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. ജീവിതത്തിൻ്റെ ഒരു പ്രയാസഘട്ടങ്ങളിലും ആദർശം പണയം വെക്കുന്ന ഒരു ദാരുണമായ അവസ്ഥ അള്ളാഹു നമുക്കാർക്കും ഉണ്ടാക്കി തരാതിരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.